ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 42-43 വാക്യങ്ങൾ. കർത്താവ് പറഞ്ഞത്, തക്ക സമയത്ത് ആഹാരവീതം കൊടുക്കേണ്ടതിന് യജമാനൻ തൻ്റെ വേലക്കാരുടെ മേലാക്കുന്ന വിശ്വസ്തനും ബുദ്ധിമാനുമായ ഗൃഹവിചാരകൻ ആർ. യജമാനൻ വരുമ്പോൾ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ പ്രജയായ ഒരു യുവാവിന് ഒരു കിരീടം നൽകി. ഒരു പ്രദേശം ഭരിക്കുവാൻ അയാളെ ചുമതലപ്പെടുത്തി. ആദ്യം ആ യുവാവ് പുഞ്ചിരിച്ചു അവൻ്റെ സ്വർണ്ണ കിരീടം വെട്ടിത്തിളങ്ങി. ആളുകൾ കുമ്പിട്ട് അവനെ വന്ദിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവൻ്റെ കഴുത്ത് വേദനിച്ചു തുടങ്ങി. തുടർന്ന് അവന് നല്ല ഉറക്കം ലഭിക്കാതെയുമായി. ക്രമേണ അവൻ്റെ സന്തോഷം നഷ്ടപ്പെടുകയും അവൻ്റെ പുഞ്ചിരി പോലും മാഞ്ഞു പോവുകയും ചെയ്തു. തുടർന്ന് അവൻ തൻ്റെ ഉപദേശകരായ മൂപ്പന്മാരെ ശ്രദ്ധിച്ചു. അവരിൽ അതിജ്ഞാനികളായവർക്ക് പോലും കിരീടങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും അവരെല്ലാം വിശ്വസ്തയോടെ അവരെ ചുമതലപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്തിരുന്നു. ഒരു ദിവസം അവൻ കിരീടം മാറ്റിവെച്ചിട്ട് പൊതുജനങ്ങളുടെ ഇടയിലൂടെ നടന്നു. അവൻ ജനങ്ങളുടെ ആവശ്യങ്ങളും വേദനകളും മനസ്സിലാക്കി. അടുത്ത ദിവസം അവൻ വീണ്ടും കിരീടം ധരിച്ചു. അധികാരം കാട്ടുവാനല്ല, ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനുള്ള ഉറച്ച പ്രതിജ്ഞയോടെ. അങ്ങനെ അധികാരം ഉപയോഗിക്കുന്നതല്ല, ജനങ്ങളുടെ ആവശ്യം നിറവേറ്റുന്നതാണ് യഥാർത്ഥ ഭരണാധികാരിയുടെ ലക്ഷണമെന്ന് ഗ്രഹിക്കുകയും അങ്ങനെ പ്രവർത്തിക്കുകയും ചെയ്തു. എല്ലാ കാലത്തും ഏത് ഭരണാധികാരിയെക്കുറിച്ചും ഇത് വളരെ സത്യമാണ്. ചക്രവർത്തിയായാലും രാജാവായാലും ഗവർണറായാലും തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയായാലും ജനങ്ങൾക്ക് ആവശ്യം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു നേതാവിനെയാണ്. അധികാരം ആർക്കും സുഖിക്കുന്നതിനുള്ളതല്ല, പൊതുസമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനും സുഗമമായി ജീവിക്കുവാൻ അവസരങ്ങൾ ഒരുക്കുന്നതിനുമാണ്. എന്നാൽ അത് സ്വന്തം സൗകര്യത്തിനായി ഉപയോഗിക്കുന്നവർക്ക് ക്രമേണ കഴുത്ത് വേദനിക്കുകയും ഉറക്കം നഷ്ടപ്പെടുകയും ചെയ്തേക്കാം. രാഷ്ട്രീയ രംഗങ്ങളിലും സാമുദായികവും ആത്മീയവുമായ രംഗങ്ങളിലും സംഘടനകളിലായാലും ഇതൊരു സത്യമാണ്. നാം ഒരു സ്ഥാനത്ത് നിയമിക്കപ്പെടുകയോ തിരഞ്ഞെടുക്കപ്പെടുകയോ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് വേണ്ടി പ്രയത്നിപ്പാനാണ് എന്നുള്ളത് ഒരിക്കലും വിസ്മരിക്കരുത്. ആ സ്ഥാനത്തിൻ്റെ മഹത്വം മറ്റുള്ളവർക്കായി പ്രയത്നിപ്പാൻ ലഭിച്ച അവസരങ്ങൾ ഉപയോഗിക്കുന്നത് മാത്രമാണ്. എന്നാൽ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ സ്വന്തം കീശ വീർപ്പിക്കുന്നതിനുള്ള ഉപാധിയായി കാണുന്നവർ പുറന്തള്ളപ്പെടുക തന്നെ ചെയ്യും. എത്ര ഉയർന്ന സ്ഥാനമായാലും എത്ര താണ സ്ഥാനമായാലും ഒരു വ്യക്തി ഒരിടത്ത് നിയമിക്കപ്പെടുന്നതിൻ്റെ ലക്ഷ്യം ഒന്നു തന്നെയാണ്. അത് മനസ്സിലാക്കി ഉചിതമായി പ്രവർത്തിക്കുവാൻ ഏവർക്കും സാധ്യമാവണം. നമ്മുടെ സ്ഥാനത്തിനും ചുമതലയ്ക്കും അടുത്ത ശുശ്രൂഷകൾ നിറവേറ്റുവാൻ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ലഭിച്ച വചനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടും നീതിബോധത്തോടും കൂടെ നിർവഹിപ്പാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളിലുള്ള എല്ലാ സ്വാർത്ഥതയും അഹങ്കാരവും മാറ്റിവെച്ചുകൊണ്ട് താഴ്മയുടെ ഭാവം ധരിച്ചുകൊണ്ട് കർത്താവെ, ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടെ നിർവഹിപ്പാൻ തക്കവണ്ണം അവിടുന്ന് കൃപ ചെയ്യണമേ. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.